You are watching TV Next. പ്രഭ മേഡത്തിന്റെ മകൾ കൂടെയുണ്ട്. ഒരു നടിയാണ്, ഒരു വളർന്നു വരുന്ന ബാലതാരമാണ്. അപ്പോൾ നമ്മുടെ സൈലാൽ സാറിന്റെ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. മോളെ, സൈലാൽ സാറിന്റെ ഒരു സിനിമയിലുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സാറ് വളരെ ഫ്രണ്ട്ലി ആയിട്ടും നന്നായിട്ട് പറഞ്ഞു തരായിരുന്നു. പുതുമുഖമായതുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞു തരികയും വളരെ നന്നായിട്ട് ചെയ്തു തന്നു. എല്ലാ ടീമും സപ്പോർട്ടീവാണ്. സാറും അവിടുത്തെ ക്രൂ മെമ്പേഴ്സും മൊത്തത്തിൽ സെറ്റ് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ രക്ഷകർത്താക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവോ കണ്ടറിയേണ്ടത് രക്ഷകർത്താക്കളാണ്. ആ രക്ഷകർത്താക്കൾ ആ കഴിവ് കണ്ടറിഞ്ഞ് അത് വളർത്തുമ്പോഴാണ് നമുക്കൊരു അഭിമാനം ഉണ്ടാകുന്നത്. അപ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് മറ്റുള്ള ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എത്രത്തോളമാണ്? വീട്ടിൽ അമ്മയായാലും മറ്റേ ബാക്കി ഫാമിലി മെമ്പേഴ്സ് ആയാലും പഠിത്തത്തോടൊപ്പം ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ ബാക്കി എൻ്റെ എല്ലാ എക്സ്ട്രാ ആക്ടിവിറ്റീസിനും നൽകുന്നുണ്ട്. വളരെ സപ്പോർട്ടീവാണ് എല്ലാവരും, അമ്മ പ്രത്യേകിച്ച് എല്ലാവരും. അമ്മ നേരത്തെ കലാകാരിയായിരുന്നു? ഇല്ല, ഞാനും ഇതിൽ ആദ്യമായിട്ടാണ്. മോക്കൊരു അവസരം കിട്ടി, അതിലൂടെ എനിക്കും ഒരു അവസരം കിട്ടി. ഞാനും ഒരു ചെറിയ സീനിൽ ഞാനും ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മക്കളുടെ ഒരു കഴിവുകൾ നമ്മൾ കാണുന്നുണ്ട്. ചെറുപ്പം മുതലേ അവരുടെ പല കഴിവുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിനെ വളർത്തിവിടാൻ നമ്മൾ കൃത്യമായ പ്ലാറ്റ്ഫോം തേടുന്നുമുണ്ട്. കാരണം കൃത്യമായ ഒരു പ്ലാറ്റ്ഫോമിലെത്തിയാലേ അവർ കഴിവ് വികസിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വേണ്ടാത്ത സ്ഥലത്ത് നമുക്ക് പോയി അകപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കഴിവ് തന്നെ നമുക്ക് നഷ്ടപ്പെട്ട് നമ്മൾ മാനസികമായി തന്നെ തകർന്നു പോകുന്ന ചില അവസരങ്ങളുണ്ട്. ഇപ്പോൾ എത്തിയത് നല്ലൊരു പ്ലാറ്റ്ഫോമിലാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ വളരെയധികം എന്താ പറയുന്നത്, ഒരു നല്ലൊരു സെറ്റാണത്. അതിനകത്ത് നമുക്ക് രക്ഷകർത്താക്കൾക്ക് എന്തുകൊണ്ടും നമ്മുടെ മക്കളെ അവിടെ വിടുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എല്ലാവരും നല്ലൊരു കോപ്പറേറ്റീവാണ് എല്ലാവരും. അതുകൊണ്ട് ഈ സെറ്റ് വളരെ വളരെ സന്തോഷം നൽകുന്നത്, നമുക്ക് സമാധാനവും സംതൃപ്തിയും നൽകുന്നതാണ്. സൂചിപ്പിക്കുകയുണ്ടായി ഡോക്ടർ ആവണമെന്നൊരു ആഗ്രഹമുണ്ട്, അതുപോലെ കലാകാരിയായി തീരണമെന്നുണ്ട്. ഈ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ എത്രത്തോളം ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. അവരുടെ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന വെറും ഒരു പുസ്തകപ്പുഴുക്കളല്ലല്ലോ. നമുക്ക് ഈ പറയുന്ന പോലെ ഡോക്ടറും എഞ്ചിനീയറും മാത്രം പോരാ, നർത്തകരും കലാകാരന്മാരും എല്ലാവരും വേണം. മാനസികമായിട്ടും ബൗദ്ധികപരമായിട്ടും ഒക്കെ ഉള്ള വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും കലയ്ക്ക് വളരെയധികം പങ്കുണ്ട്. നമുക്ക് ആനന്ദത്തിലൂടെ നമ്മുടെ സംസ്കാരത്തിലെ നയിക്കുന്നവയാണല്ലോ കലകളെല്ലാം. തീർച്ചയായിട്ടും അതിനോടൊപ്പം നമ്മൾ ഇത് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും വളരെ നല്ലൊരു രക്ഷകർത്താവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതിൽ അഭിമാനിക്കാം. എന്തായാലും മോളുടെ ഈ ഒരു കഴിവ് ജഗദീശ്വരൻ വലിയ വിവരങ്ങളിൽ എത്തിക്കട്ടെ. പഠിത്തവും കഴിവ് ഒരുമിച്ച് കൊണ്ടുപോയി നല്ലൊരു കലാകാരിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും അമ്മയ്ക്കും മോൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ നന്ദി. ദേവന ടീച്ചർ നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ ബലഭദ്രയെ സിനിമയിലേക്ക് എത്തിച്ചത് നമ്മുടെ ടീച്ചറാണ്. ടീച്ചർ, എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? വളരെയധികം സന്തോഷമുണ്ട്. ബലഭദ്ര നല്ലൊരു കുട്ടിയാണ്, അതിലുപരി നല്ലൊരു കലാകാരിയാണ്. വിദ്യാഭ്യാസത്തിലും എഡ്യൂക്കേഷണലായിട്ടും അക്കാഡമിക്കിലും നല്ലൊരു മികവ് പുലർത്തുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിക്ക് എങ്ങനെ നല്ലൊരു ചാൻസ് കിട്ടട്ടെ എന്നുള്ള ഒരു അധ്യാപിക എന്നുള്ളൊരു നിലയിൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് സജൻലാൽ സാറിനോട് പറഞ്ഞത്. അങ്ങനെ സാറ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും കൊടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് മാത്രമല്ല നമ്മുടെ സ്കൂളിനും ഒക്കെ ഒരു അഭിമാനമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെറുതായിട്ട് ഞാൻ മ്യൂസിക്കും ഡാൻസും ഉണ്ട്. പിന്നെ ഞാൻ ടീച്ചറാണ്. ഇപ്പോൾ ഞാൻ ഡാൻസ് ടീച്ചറായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഞാൻ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ബലഭദ്രയെ പോലുള്ള ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടികൾ അവസരങ്ങൾ കിട്ടാതെ നല്ല കറക്റ്റ് പ്ലാറ്റ്ഫോമിലെത്താതെ അലയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സത്യത്തിലെ ഫിലിം സൊസൈറ്റി പോലത്തെ ഒരു സംഘടന എത്രത്തോളം സഹായമാകുന്നുണ്ട്? സഞ്ജയ്ലാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് കൂടുതലായിട്ടും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് തന്നെ ഇതുപോലെ ടാലന്റ് ഉള്ളത് കുട്ടികൾ, അതായത് ടാലന്റുള്ള കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും അറിയപ്പെടാതെ പോയവർക്കാണ് സാർ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറ് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പലവരും എന്തില്ല, അങ്ങനെ മുതിരാറില്ല. പക്ഷേ സാറിന് അത് സാധിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ സാറിന് ഇനിയും ഒത്തിരി പ്രോജക്റ്റ് എടുക്കാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ടീച്ചറെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നല്ലൊരു ടീച്ചറാണ്. ഞങ്ങൾക്ക് ഡാൻസ് ആയാലും സ്കൂളിൽ എന്ത് വർക്കായാലും ടീച്ചർ തന്നെയുണ്ട്. ഞങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് നല്ലൊരു സപ്പോർട്ടീവായിരുന്നു ടീച്ചർ അവിടെ സ്കൂളിൽ തരുന്നത്. ഞങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും കറക്ഷൻ എല്ലാം ടീച്ചർ തന്നെയാണ്. ടീച്ചർ വഴി ഈ ഒരു അവസരം നമുക്ക് കിട്ടിയപ്പോൾ മോളുടെ ഉള്ളിൽ എന്തായിരുന്നു? സന്തോഷമായിരുന്നു. ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല, എങ്ങനെ ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ടീച്ചർ പറഞ്ഞതിൻ്റെ ഒരു കൗതുകത്തിൽ പോയതാണ്. പക്ഷെ സാറ് ചാൻസ് തന്നു. ടീച്ചറിനോടും സാറിനോടും എല്ലാവർക്കും നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.